നിങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ടും പൂക്കാതെ നിൽക്കുന്ന ഓർക്കിഡ് പ്ലാന്റ്സ് ഉണ്ടാവും. അതിന് ഒരു പരിഹാരം വേണ്ടേ? ഈ വീഡിയോയിൽ ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. നിങ്ങൾ ഓർക്കിഡ് പ്ലാന്റിന് നല്ല കെയറിങ് കൊടുക്കുന്നുണ്ടാകാം, വളം കൊടുക്കുന്നുണ്ടാകാം, ഗ്രോത്തിനുള്ളതും ഫ്ലവർ ചെയ്യാനുള്ളതും വാട്ടറൊക്കെ എല്ലാം നന്നായിട്ട് കെയറിങ് എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിങ്ങളുടെ പ്ലാന്റ് ഒരു വർഷമായിട്ടും പൂക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ്. ഓർക്കിഡ് പ്ലാന്റ് ഫ്ലവർ ചെയ്യാതിരിക്കാൻ പല കാരണങ്ങളാണ് ഉള്ളത്. ഓർക്കിഡ് പ്ലാന്റ്സ് മെച്ചുവേർഡായി കഴിയുമ്പോൾ അതിന് ഫ്ലവർ ചെയ്യാനുള്ള ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പ്ലാന്റിന് ആവശ്യമായ എയർ സർക്കുലേഷനും ലൈറ്റും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടായി കിട്ടും. ഒരു വർഷമായിട്ടും നമ്മൾ ഫ്ലവറിനുള്ള ഫെർട്ടിലൈസർ കൊടുത്തിട്ടും നമ്മുടെ പ്ലാന്റ് ഫ്ലവർ ചെയ്യുന്നില്ലെങ്കിൽ, ഏത് പ്ലാന്റാണോ ഫ്ലവർ ചെയ്യാതെ നിൽക്കുന്നത് ആ പ്ലാന്റ് പോട്ട് സഹിതം ഒന്ന് ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഫ്ലവർ ചെയ്ത് കിട്ടാം. നമ്മുടെ പൂക്കാത്ത ഓർക്കിഡ് ഒന്ന് റീപോട്ട് ചെയ്താലും നമുക്ക് ഫ്ലവർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റ് ഫ്ലവർ ചെയ്യുന്നില്ലെങ്കിൽ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതുപയോഗിച്ചുള്ള ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് തേങ്ങയാണ്, പക്ഷെ തേങ്ങക്ക് പകരം കരിക്കും വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നാടൻ കരിക്കും വെള്ളം ഇരിക്കണേ. അതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. കരിക്ക് കിട്ടാഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങ വെള്ളം വെച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. തേങ്ങാ വെള്ളത്തിനും നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ചെടുത്തുണ്ട് വരട്ടെ. ഒരു തേങ്ങ പൊട്ടിച്ച വെള്ളമാണ് ഇത്. കരിക്കായിരുന്നെങ്കിൽ കരിക്കും വെള്ളം ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടായേനെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുവാണേ. ഈ വെള്ളം നമ്മൾ ഒരു ഗ്ലാസ് ഒഴിച്ച് വെള്ളം ഡൈലൂട്ട് ചെയ്ത് ഈ വെള്ളം നമ്മൾ ഓർക്കിഡിൽ ലീഫിലും സ്റ്റെമ്മിലും മീഡിയനിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ഒരു എനർജി ഡ്രിങ്ക് ആണ്. നമ്മുടെ ഓർക്കിഡിന്റെ ക്ഷീണം മാറാനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു എനർജി ഡ്രിങ്ക് ആണ്. നമുക്കും ക്ഷീണം വരുമ്പോൾ നമ്മൾ കരിക്കും വെള്ളം കുടിക്കാറില്ലേ, അതുപോലെ തന്നെ ഇതൊരു ഓർക്കിഡിനുള്ള ഒരു എനർജി ഡ്രിങ്ക് ആണ്. ഇത് നമ്മൾ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത്, അതായത് ഒന്നര ഇടവിട്ട് എല്ലുന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ നമ്മുടെ ഓർക്കിഡിന് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് ബഡ്സൊക്കെ വന്നു തുടങ്ങും. നിങ്ങൾക്ക് എൻ്റെ ഈ എനർജി ഡ്രിങ്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.